December ಮೊದಲ 3 ಡಿಗ ಹೋಗಂ അച്ഛാ പോട്ടെ. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിലോടുന്ന രാമപ്രിയ ബസ്സിൽ കാക്കി യൂണിഫോം ധരിച്ച് കയ്യിലൊരു ബാഗുമായി യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകുന്ന അനന്തലക്ഷ്മിയുടെ മുഖം ഇപ്പോൾ ഏവർക്കും പരിചിതമാണ്. അച്ഛൻ ഡ്രൈവറായ ബസ്സിൽ കണ്ടക്ടർ കുപ്പായമണിഞ്ഞ് അനന്തലക്ഷ്മി ഈ യാത്ര ആരംഭിച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നു. സ്വന്തം ബസ്സിൽ തന്നെയാണ് അനന്തലക്ഷ്മിയുടെ ജോലി. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായ അനന്തലക്ഷ്മി ഈ രംഗത്തേക്ക് എത്തിയത് ഇങ്ങനെ. ഈ ബസ് സർവീസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛനും സ്വന്തമായിട്ട് ബസ് ഉണ്ട്. അപ്പൊ ബസ് സർവീസ് താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞ് നമുക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പണി പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞു. ഈ വണ്ടിയിൽ ഇരിക്കണ്ടായിരുന്നു. അയക്കണം ആദ്യമായിട്ട് ബാഗ് കൈ തന്നത്. അപ്പൊ അയക്കാൻ ഭയങ്കര പ്രോത്സാഹനമായി. ആള് പറഞ്ഞിട്ട് ബാഗ് തരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് അങ്ങനെയൊക്കെ തന്ന് പഠിപ്പിച്ച് എടുത്താണ്. പിന്നെ ഗ്യാപ്പിന് പോയ വണ്ടിയിൽ ചേട്ടന്മാർക്കൊക്കെ ഉറങ്ങാൻ ഒക്കെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് 3 ദിവസം പിടിക്കുന്ന ഒരു ഡയറി മിൽക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പം അങ്ങനെ ഓക്കെ ആണെന്ന് കണ്ടപ്പോൾ ബാഗ് അച്ഛൻ തന്നു. ഡ്യൂട്ടി എടുത്തോളാൻ പറഞ്ഞിട്ട് അന്ന് പൈസ ചോദിക്കുമ്പോൾ ആൾക്കാർ തരൂല. കണ്ടക്ടർ എത്തേന്ന് അറിയും. ഈ കൊച്ചുങ്ങൾക്കൊക്കെ എന്നിട്ട് പൈസ കൊടുക്കണമെന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ അവർ പറയും കണ്ടക്ടർ ആണെന്ന് എന്താണ് ഉറപ്പ് എന്നൊക്കെ ചോദിക്കും. ഇപ്പം യൂണിഫോമിലാണ്ട് ഞാൻ ഇപ്പം ചെന്നാലും തരൂല. അങ്ങനെ ഒരു ഇതുണ്ട്. മകൾ കണ്ടക്ടറായി ഒപ്പം കൂടിയതിൽ നിരവധി വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. എങ്കിലും അനന്തലക്ഷ്മിയുടെ ആഗ്രഹത്തിനൊപ്പമാണ് അച്ഛൻ ഷൈൻ. അവൾക്കുണ്ടായ ഒരമിതമായ താല്പര്യം അപ്പോൾ എന്ത് ചെയ്ത് അതിനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവള് പെട്ടെന്ന് ഡെവലപ്പായി പോകും. ആയ ഒഴിവ് സമയങ്ങളിൽ അതുപോലെ പെട്ടെന്ന് ജോലിക്കാരെ ടൈറ്റ് വരുമ്പോൾ അതൊക്കെ ഇത് ചെയ്യാനായിട്ട് പിന്നെ അവളുടെ പോക്കറ്റ് പണിയുടെ കാര്യം നടക്കുമല്ലോ. കോളേജ് യൂണിഫോമിനൊപ്പം കാക്കിയും. ഭാവിയിൽ ആരാകണമെന്ന ചോദ്യത്തിന് കണ്ടക്ടറാകണമെന്ന മറുപടിയാണ് അനന്തലക്ഷ്മിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെങ്കിൽ തെറ്റി. എക്സ്പീരിയൻസ് ആയി എല്ലാം ഓക്കെ ആയി അല്ലേ? ഓക്കെ, ഇനിയിപ്പോ ഡ്രൈവിംഗ് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഹെവി തന്നെ എടുക്കണം എന്നാണോ? സുരക്ഷാ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ലേ എന്ന ചോദ്യത്തിന് ഈ മിടുക്കിക്ക് പറയാൻ ഉത്തരമുണ്ട്. പിന്നെ ചേട്ടന്മാര് എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലത്തെ ചേട്ടന്മാരൊക്കെ നല്ല ഡീസൻ്റ് ഉണ്ടോ, അത് എന്തായാലും എടുത്തു പറയണം. അവര് വരുമ്പോൾ തന്നെ സൈഡ് വിട്ട് തരും, നീങ്ങി തരും. അങ്ങനെ അവരെ കൊണ്ടൊന്നും ബുദ്ധിമുട്ടില്ല എന്ന് കണ്ടപ്പോഴാണ് കയറ്റിയത്. പുലർച്ചെ 6 മണിക്ക് ആരംഭിക്കുന്ന സർവീസ് അവസാനിക്കുമ്പോൾ രാത്രി 8 മണിയോളമാകും. തനിക്കു കരുത്തായി അച്ഛനും അമ്മയും 2 അനുജത്തിമാരും അടങ്ങുന്ന കുടുംബമുള്ളപ്പോൾ ഇതൊക്കെ എന്തെന്നാണ് അനന്തലക്ഷ്മിയുടെ ചോദ്യം. ഈ ഫാമിലി ബോണ്ടിങ്, ഫാമിലി പവർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിതാണ് കേട്ടോ. അച്ഛൻ ധൈര്യമായിട്ട് വണ്ടി ഓടിച്ചു, ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്ന് അനന്തലക്ഷ്മി. നേരെ മറിച്ച് അനന്തലക്ഷ്മിക്ക് അതിനായുള്ള കരുത്ത് പകരുന്നതും ഈ അച്ഛൻ തന്നെ. അങ്ങനെ ഈ രാമപ്രിയയുടെ ഓരോ യാത്രകൾക്കും പറയാൻ കഥകൾ ഏറെയുണ്ട്. ക്യാമറമാൻ സുജയ് എഡ്വേർഡിനൊപ്പം സ്നേഹമുള്ളതിനാൽ മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ.